بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد وجعلنا الليل لباسا രാത്രിയെ അല്ലാഹു തആല ഒരു മറയാക്കി തന്നു. വജഅൽന النهار معاشا പകല് മഈശത്ത് എടുക്കാൻ കുടുംബത്തെ നോക്കാൻ വേണ്ടി അധ്വാനിക്കാനുള്ള സമയമാക്കിയിട്ട് മഈശത്തിന്റെ സമയമായി പകലിനെയും അല്ലാഹു തആല നിശ്ചയിച്ചു. അതിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി രാത്രിയുള്ള സമയത്തെയും അല്ലാഹു തആല സംവിധാനിച്ചു. ഉറക്കം മനുഷ്യന് ആവശ്യമാണ്. അവന്റെ ആരോഗ്യം നിലനിർത്താനും അവന്റെ ജീവിതത്തിന് കൃത്യത ഉണ്ടാവാനും ഉറക്കം അവന് അത്യാവശ്യമാണ്. ഉറങ്ങാനുള്ള സമയത്ത് അല്ലാഹു തആല ഒരു മറയാക്കി, ഒരു വസ്ത്രം പോലെ മറയാക്കി അല്ലാഹു തആല സംവിധാനിച്ചു. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ത് നന്മ ചെയ്താലും അതൊരു ഇബാദത്തിന്റെ പരിണിത ഫലമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളു എടുക്കലും, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതലും, ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതലും, ഈ പറയപ്പെട്ട ദിക്റുകളും ഖുർആൻ ഓതലൊക്കെ മനുഷ്യൻ അല്ലാഹു തആല വലിയ ഇബാദത്തിന്റെ പ്രതിഫലം തരുന്നു. നോക്കൂ, നിങ്ങൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാറുള്ളത് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ ഒരു നൂൽപാലം പോലെയുള്ള ഒരു സംവിധാനമാണ് ഉറക്കം എന്നുള്ളത്. ചില ആളുകൾ ആ ഉറക്കത്തിൽ നല്ല ആരോഗ്യം സംഭരിച്ച് രാവിലെ ഉണരും. ചില ആളുകൾ അതേ ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു പോകും. കൂടെ കിടന്ന ആളിനെ സുബഹിക്ക് വിളിച്ചുണർത്തുമ്പോൾ തണുത്താർന്ന് കിടക്കുന്ന ശരീരത്തെ പലപ്പോഴും ചിലർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അവരാ ഉറക്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു സംവിധാനമായതുകൊണ്ടാണ് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്ത് എന്ന് ചൊല്ലിക്കിടക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഉപദേശം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഇല്ലം യനം അലാ തുഹാറത്തിൻ ഖസുറത്ത് റൂഹു അനിൽ ബുലൂഗി ഫതിൽകൽ മനാമാതു അൽഗാസു അഹ്ലാമിൻ ലാ തസ്തുഖ്. വുളൂ ചെയ്തിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് ശുദ്ധി ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആ കിടക്കുന്ന സമയത്ത് ഭാര്യ ഭർത്തൃ സംസർഗം നടന്നാൽ പോലും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വുളൂ ചെയ്യാതെ കിടന്നുറങ്ങി, അദ്ദേഹത്തിന്റെ ആത്മാവിനെ അർശിലേക്ക് ഉയർത്തപ്പെടാതിരിക്കാൻ അതൊരു കാരണമാണ്. വുളൂ ഇല്ലാതെ കിടന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അർശിലേക്ക് ഉയർത്തപ്പെടൂല. ചിലപ്പോൾ അയാൾ ജീവനോടെ പിറ്റേ ദിവസം എഴുന്നേൽക്കണം തന്നെ അയാൾ കാണുന്ന രാത്രിയുള്ള സ്വപ്നങ്ങളൊക്കെ പലതും ദുസ്വപ്നങ്ങളായിട്ട് മാറും ചെയ്യും. സത്യമായി പുലരാത്ത ദുസ്വപ്നങ്ങളായിട്ട് മാറും ചെയ്യും. ഏറ്റവും നല്ല സന്തോഷങ്ങൾ ലഭ്യമാകുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിന്റെ മധുരം നൽകുന്ന ആ വുളുവോടുകൂടെ തന്നെ ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. വുളു ഒരു രക്ഷാകവചമാണ്. ശയാത്തീനിന്റെ ശർറിൽ നിന്ന് വിട്ടുനിർത്താൻ, നമ്മുടെ കൽബിലേക്ക് മോശപ്പെട്ട ചിന്തകളൊക്കെ വരാതിരിക്കാൻ, ഹൃദയത്തിന് സമാധാനവും അള്ളാഹുവിലേക്കുള്ള ദിക്റുകളിലേക്ക് എത്തിക്കാനും പ്രധാനപ്പെട്ട മാർഗമാണ് നിത്യ ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ഒരു സെക്കൻഡ് സമയം പോലും വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി വുളു എടുക്കുന്ന മഹാന്മാര് നമ്മുടെ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിപ്പുണ്ട്. മുത്തുനബിയുടെ സുന്നത്താണ് നിത്യവും ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ആ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങണം. അഥവാ നമ്മുടെ മരണം അല്ലാഹു തആല ആ ഉറക്കയിലാണ് നിശ്ചയിച്ചതെങ്കിൽ ശുദ്ധിയോടുകൂടെ മരിക്കാൻ പറ്റിയ അവസരം എത്രമേൽ വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല മുത്തുനബിയുടെ സുന്നത്തുകളെ ഇത്തിബാഅ ചെയ്ത് ജീവിതം അല്ലാഹുവിൽ സമർപ്പിച്ച് മുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ പ്രചാരകരായി ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഖൈറായ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ.